ഇത് കുറച്ച് ഒന്ന് കൂട്ടിക്കോട്ടെ. പനിയുണ്ടോ? ചെറുതായിട്ട്. ഓക്കെ ഓക്കെ, ഞാൻ അത് ജസ്റ്റ് നേരത്തെ സൗണ്ടിന്റെ ആയിട്ട് തിരിച്ചപ്പോ. ബ്രോയുടെ പേര്? എന്റെ പേര് ആകാശ്. അഭിനന്ദ്. ഓക്കെ, നമുക്ക് ഡ്രൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് കുറച്ച് നേരം ഓടിക്കുക. ഇതിപ്പോ എത്ര ആളായി എടുത്തിട്ട്? ഞാൻ ഇപ്പൊ എടുത്തിട്ട് ഒരു 5 മാസമായി. ഓക്കെ, 5000 കിലോമീറ്റർ ഓടില്ല. അതെ അതെ, ബാംഗ്ലൂർ അവിടെ പോകണ്ടായിരുന്നു. ബാംഗ്ലൂര് പോയി വന്നു, പിന്നെ അവിടുത്തെ കുറെ ലോക്കൽ വട്ടം. ഓക്കെ, എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ടൊക്കെ? കൊള്ളാം കൊള്ളാം, ഒരു നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ കുറെ വണ്ടി ഫ്രണ്ട്സിന്റെ ഒക്കെ നോക്കിയിട്ട് അതായിട്ട് കുറച്ചുകൂടെ ലൈക്ക് ഒന്നാമത്തെ കാര്യം അകത്ത് ഭയങ്കര നോയ്സി അല്ല, പുറത്തെ നോയ്സ് ക്യാബിന്റെ അകത്തോട്ടൊക്കെ. പിന്നെ ഒരു നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ടേൺ ചെയ്യാനൊക്കെ അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ അടുത്ത ലൈക്ക് നമ്മള് ഹമ്പിലൊക്കെ കയറുമ്പോൾ അധികം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഹമ്പ് മറ്റേ അങ്ങനെ ഗട്ടറൊക്കെ കയറുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കയറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. വേറെ ഏതൊക്കെയായിരുന്നു കൺസിഡർ ചെയ്തത്? സോണറ്റ് ഒക്കെ നോക്കിയായിരുന്നു? ഇല്ല, ഞാൻ കിയ മോട്ടോഴ്സ് നോക്കിയില്ല, നെക്സോൺ നോക്കിയായിരുന്നു. പിന്നെ ടൈഗോൺ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണ്. ഇത് എത്രയാ ഓൺ റോഡ്? ഇത് ഒരു 70 സംതിങ്. ഓക്കെ, ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ എങ്ങനെയുണ്ട്? ഫ്യൂൽ എഫിഷ്യൻസി ഒന്ന് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഓടിച്ചിട്ടുള്ള എല്ലാം മൊത്തം ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി കുറച്ച് പക്ഷെ എനിക്ക് ഓട്ടോമാറ്റിക്കിനെ പിന്നെ ബാംഗ്ലൂരിന് ട്രാഫിക്കിനെ വെച്ചിട്ട് ഒരു ആവറേജ് ഓട്ടോ ഒക്കെ അവിടെ ഒരു 9 കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഹൈവേ ഒക്കെ ലൈക്ക് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആവറേജ് ഒരു 12-13 കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ഹൈവേയിൽ 14, മാക്സിമം 15 അത്രയും കിട്ടും. അത് മറ്റേ ടർബോ എഞ്ചിൻ അല്ലേ? 1 ലിറ്റർ. ടർബോ. ആദ്യമേ i20 നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം എന്റെ പ്ലാനിൽ i10 ആയിരുന്നു, പിന്നെ i20 ആയിരുന്നു. i20 പക്ഷെ ഇപ്പൊ iVT ആണല്ലോ വരുന്നത്. അതിനകത്ത് ചെറിയൊരു ലാഗ് വരുന്നുണ്ട്, അനാവശ്യം കുറച്ച് റബ്സും വരും. ഇതിപ്പോ അങ്ങനെ വലിയ ലാഗ് ഒന്നുമില്ല, നമ്മള് പെട്ടെന്ന് എടുത്ത് ഡിലേ അങ്ങനെ ഒരു സാധനം വരും. ഇവിടുത്തെ റോഡിലൊരു 10-11 കിട്ടുമായിരിക്കും. ഇതിന്റെ അത് കാണിക്കുന്ന 10.7. അത് ഇവിടുത്തെ റോഡായിട്ടാ. ഞാൻ കൂടുതൽ ഇവിടെ മേടിച്ചിട്ട് ഒരു 2 ദിവസം എങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ 10 താഴെയാണ്. ഭയങ്കര ട്രാഫിക്. അതിനകത്ത് അഡാസ് ഉണ്ട്. ഇതിന്റെ തന്നെ ഒരു നമ്മുടെ നൈറ്റ് എഡിഷൻ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോ അതില് കുറച്ചുകൂടെ കളർ വെച്ചിട്ട് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് ഫുള്ള് ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ അതിനകത്ത് അഡാസ് ഇല്ലായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വിചാരിച്ചു. മറ്റേ ലൈൻ ഡിറ്റക്ടർ ഉണ്ട്. ലൈൻ ഡിറ്റക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഞെക്കുമ്പോഴാണ് വരുന്നതെന്ന് തോന്നുന്നു. ലൈൻ ഡിറ്റക്ടർ ഉണ്ട്, പിന്നെ മറ്റേ കൊളീഷൻ വാർണിംഗ് ഉണ്ട്. മറ്റേ ആപ്പിൾ കാർപ്ലേ അതൊക്കെ വയേർഡ് ആയിരിക്കും അല്ലേ? എല്ലാം വയേർഡാണ്. ഈ ഡാഷ് ക്യാം ഉള്ളതായിരുന്നു അതോ? ഡാഷ് ക്യാം സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാ.
ഓക്കെ. അവിടെ പിന്നെ ട്രാഫിക് ഒക്കെ പെട്ടെന്ന് പൊല്യൂഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഓക്കെ ഓക്കെ. പെട്ടെന്ന് തന്നെ തിരിച്ച് സെറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടാ തിരിക്കുന്നത്. ഇപ്പൊ ലൈൻ ഡിറ്റക്ട് ചെയ്തായിരുന്നു. ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് രസമുണ്ട്. ഗിയർ ഷിഫ്റ്റ് ഒക്കെ നല്ല സ്മൂത്ത്. അത് ഞാൻ മറ്റേ ആദ്യം i20 ആദ്യം i20 നോക്കിയത്. ഞാൻ അന്നേരം നോക്കി ഒരു ഇടയ സമയത്തായിരുന്നു അവർ DCT ഡിസ്കണ്ടിന്യൂ ചെയ്ത് i20 മാത്രം ആക്കിയത്. i20 അന്നേരം ഞാൻ പിന്നെ i20 ഓടിച്ചപ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി. പിന്നെ അത് ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് സീറ്റിംഗ് പൊസിഷനൊക്കെ കുറച്ചുകൂടെ കംഫർട്ട് സീറ്റിംഗ്. എൻ്റെ ആക്ച്വലി കുറച്ച് കാലിന് കുറച്ച് നീളം, ഓവറോൾ നീളം കുറച്ച് കൂടുതലായതുകൊണ്ട് കാലൊക്കെ മടക്കി കുറച്ചുകൂടെ വെക്കാൻ എളുപ്പം ഇതാണ്. അതൊക്കെ കൊണ്ടിട്ട് പിന്നെ വീട്ടില് ഇപ്പൊ എല്ലാരും ഒക്കെ ആയിട്ട് പോകുമ്പോഴും അങ്ങനെയുള്ള ഫാക്ടറൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഫൈനലൈസ് ചെയ്തത്. അതിനു മുമ്പ് ഞാൻ i20 എന്ന് പറഞ്ഞിട്ടായിരുന്നു, i20 N-Line എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇത് നോക്കിയപ്പോ പിന്നെ N-Line-ആയിട്ട് വലിയ കമ്പയറബിൾ ഭയങ്കര വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പിന്നെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. റൈഡ് നമ്മൾ മോശം റോഡൊക്കെ ആകുമ്പോ കട്ടിയായിരിക്കും, ഭയങ്കര കുലുക്കം വരും. കൊല്ലത്ത് തന്നെ അടുത്ത ഞാൻ ഇവിടെ മറ്റേ പോപ്പുലർ. അതെ അതെ. ലൈൻ ചേഞ്ച് ഓൺ ആയി കിടക്കുന്നതിന്റെ അല്ലേ? ഓവറോള് വലിയ കുഴപ്പമില്ല. ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ 360 ക്യാമറ ഇല്ല, ബാക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ക്യാമറ ഇല്ലാത്ത ചില സമയത്ത് പ്രശ്നമായിട്ട് വരും. ലൈക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഞാൻ തോന്നിയ കാര്യങ്ങളാണ്. ഫ്രണ്ട് ക്യാമറ ഇല്ല, അന്നേരം ബാക്ക് ക്യാമറ ഉണ്ട്. 360 ലൈക്ക് നെക്സോൺ നോക്കുമ്പോൾ എനിക്ക് നെക്സോണിന്റെ 360 ഉണ്ട്. അതിന്റെ പക്ഷെ ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ളത്. ഞാൻ നെക്സോ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ അതെന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ലെയിൻ സേഫ്റ്റി ക്യാമറ സെറ്റിംഗ്സ്, ക്യാമറയുടെ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ലൈറ്റിന്റെ ഒരു ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ലൈറ്റ് കുറച്ച് മറ്റേ LED ആണ്. ബ്രൈറ്റ്നെസ് കുറച്ച് കുറവാകും.
ഫോഗില്ല, മറ്റേ ലാമ്പല്ല. ഓക്കെ ഓക്കെ. ഇതിന്റെ തന്നെ അപ്പൊ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നൈറ്റ് ഓടിക്കുമ്പോൾ കുറച്ച് പാടാ. നൈറ്റിൽ കുറച്ച് ഓവർലാപ്പ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ഓടിക്കാൻ കുറച്ച് പാടാ. ഫോഗിന്റെ അവിടെ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു ഇടാൻ വേണ്ടിട്ട്. അത് ഇടണം എന്നുണ്ട്, അഡീഷണൽ അല്ലെങ്കിൽ അഡീഷണലാണ്.